വല്ലപ്പോഴും മാത്രം വരുന്ന ലുലുവിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ പെണ്ണുങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ കയറാതെ പോവുക. അങ്ങനെ നമ്മളിതാ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറുക കേട്ടോ. അപ്പം എന്നോട് ഏട്ടൻ പ്രത്യേകം പറയും എപ്പോഴും കയറുമ്പോഴത്തേക്കും ഓഫറുള്ള നോക്കിയെടുക്കാനായിട്ട്. ഒരുപാട് സാധനങ്ങൾക്ക് ഒത്തിരി ഓഫറിൽ നമുക്ക് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ എപ്പോൾ വന്നാലും ആദ്യം എടുക്കുന്നത് നമ്മുടെ ഗീ ആട്ടോ. ഇത് വന്നിട്ട് ഭഗവാന് വിളക്ക് കത്തിക്കാനുള്ളതാണ്. ഇതൊരിക്കലും ഞാനിവിടെ വന്ന് എടുക്കാണ്ട് പോവില്ല. എപ്പോൾ വന്നാലും ഞാനിത് എടുത്തിട്ടേ പോകാറുള്ളൂ ഇവിടുന്ന്. പിന്നെ വന്നിട്ട് പഞ്ചസാര, അതുപോലെ നമ്മുടെ വെളിച്ചെണ്ണക്ക് നല്ല ഓഫറിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം വെളിച്ചെണ്ണ 2-3 പാക്കറ്റ് നമ്മൾ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം എടുത്ത വെളിച്ചെണ്ണയ്ക്ക് ഒരല്പം റേറ്റ് കൂടുതൽ കണ്ട് അത് മാറ്റിയിട്ട് ഞാൻ വീണ്ടും അടുത്ത വെളിച്ചെണ്ണ എടുത്തിട്ടോ ഈ കണ്ടത്. പിന്നെ നമ്മുടെ പായസ കിറ്റൊക്കെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെ ഇത് കഴിഞ്ഞുകൊണ്ട് എല്ലാം ഓഫർ റേറ്റിൽ ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് എപ്പോൾ വന്നാലും നമ്മൾ ഒരു സ്കിപ്പ് ചെയ്യാതെ പോകുന്നൊരു സാധനമാണ് നമ്മുടെ സോപ്പ്. ഇവിടുത്തെ ഫിയാമ സോപ്പിൻ്റെ ആരാധകരാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഫിയാമയുടെ സോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. 8 എണ്ണത്തിന് 230 239 അങ്ങനെ കണ്ടിട്ട് റേറ്റ് വന്നത്. അത് നല്ല ലാഭമായിട്ടാണ് തോന്നിയത്. പിന്നെ കംഫർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ സെക്ഷനിലേക്കൊന്നും കൂടുതലും ഞാനങ്ങനെ പോവാറില്ല കേട്ടോ. പോയാൽ എന്തെങ്കിലും എടുക്കുന്നതാണ്, പോവാറേ ഇല്ല. അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോഴത്തേക്കും ഒരു സൺസ്ക്രീനും ഈ വാസ്ലൈൻ്റെ ഒരു കോക്കോ ഗ്ലോ ഇല്ലേ അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു പാത്രം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുട്ടുകുറ്റിയും 2 സൈസ് പുട്ടുകുറ്റിയും നമ്മുടെ ചായപ്പാനും അതുപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലി തട്ടും എല്ലാം കൂടെ ചേർന്ന്. അപ്പോൾ അതും ഓഫറിലായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മീൻ എടുക്കാമെന്ന് പറഞ്ഞാൽ ആദ്യം എടുത്തു. പിന്നെ ഓർത്ത് വേണ്ട, വീട്ടിൽ കൊണ്ടുവന്ന് എന്തിനാണ് അതിനെ കൊല്ലുന്നത്, അതുകൊണ്ട് അവിടെ തന്നെ തിരിച്ച് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ സ്കിപ്പ് ചെയ്യാതെ പോകുന്ന വേറൊരു സ്ഥലം വന്ന് നമ്മുടെ ഈ ഉണക്കമീൻ്റെ സൈഡാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണക്കമീൻ. അത് എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഉണക്കമീൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഉണക്കമീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാവില്ല കേട്ടോ. പിന്നെ മീറ്റിൻ്റെ സൈഡിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയതുള്ളൂ, അതൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ കപ്പ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂർക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷേ റേറ്റ് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല റേറ്റ്, അതെടുത്തില്ലായിരുന്നു. കുറച്ച് ചീര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫ്രൂട്ട് കുറേ ആയി വാങ്ങിക്കണമെന്ന് നോക്കണം. അങ്ങനെ ഈ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഫ്രൂട്ട് എനിക്ക് എടുക്കണേ എങ്ങനെയാണെന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. നല്ലത് എങ്ങനെയാണ് ചീത്ത എങ്ങനെയാണെന്ന് കുറച്ച് നേരം ഇവരെടുക്കുന്നത് നോക്കി ഇങ്ങനെ പള്ളിങ്ങി നിന്ന് കേട്ടോ. എന്നിട്ടാണ് നമ്മളതെടുത്തത്. പിന്നെ ഈ മുന്തിരി കണ്ടോ. നമ്മളെപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഒരുപാട് വെറൈറ്റി ഫ്രൂട്ട്സ് കാണാം. ഇത് ശരിക്കും പറഞ്ഞൊരു ആർട്ടിഫിഷ്യൽ ഗ്രേപ്പ് അങ്ങനെയാട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ ലൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ മണിപ്പൂട്ടിൻ്റെ ഒരു ചെറിയ ആരാധകരാണ് ഞങ്ങൾ. മണിപ്പൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ. ഞങ്ങൾ 90s ജനിച്ചവർക്ക് നോസ്റ്റാൾജിക് ആയിട്ടാണ് നമ്മുടെ സിബപ്പ് എന്ന് പറഞ്ഞാൽ. പണ്ടത്തെ സിബപ്പിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് കാണുമ്പം അറിയാണ്ട് എടുത്തു പോകട്ടോ. വാനില ഫ്ലേവറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് തന്നെ തപ്പി എടുത്തിട്ടുണ്ട്.